ഡൽഹിയിലെ നമോ ഭാരത് ട്രെയിനിൽ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോവാണ്. പുതിയ എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിൽ RRTS ഉണ്ടല്ലോ, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ് RRTSന്റെ ഫുൾ ഫോം. അപ്പോൾ ഡൽഹിയിൽ നിന്നും മീററ്റ് വരെ പോകുന്ന ഒരു വലിയൊരു ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്കാണ് ഈ RRTS എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ വന്ന് ഇതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വ്ളോഗ് ചെയ്യാൻ നേരത്തെ ഇത് അത്ര ഫുള്ളി ഓപ്പറേഷണൽ അല്ലായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. ഡൽഹിയിലെ നിസാമുദ്ദീനിലെ സരൈ കലേഖാൻ സ്റ്റേഷനിൽ നിന്നും മീററ്റ് വരെ പോകുന്ന ഒരു വലിയൊരു ഏകദേശം ഒരു 80-82 കിലോമീറ്ററോളം വരുന്ന ഒരു റെയിൽവേ ലൈനാണ്. ഒരു ഹൈ സ്പീഡ് നമ്മൾ ബുള്ളറ്റ് ട്രെയിനൊക്കെ പോലെ ഇരിക്കും കണ്ടാൽ. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അന്നേ നമ്മൾ പറഞ്ഞാണ് ഇത് ഫുള്ളി ഫങ്ഷനിലാകുമ്പോൾ ഒന്ന് വീഡിയോ ചെയ്യുന്നത്, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സ്കൈ വോക്കിൻ്റെ മുകളിലാണ്. ഈ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നും ഒരു സ്കൈ വോക്ക് ഇപ്പോൾ ഇവർ പണിതിട്ടുണ്ട് ഈ RRTS സ്റ്റേഷനിലേക്ക്. അല്ലെങ്കിൽ ഈ സ്കൈ വോക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ താഴെയുള്ള ഈ കച്ചറ വഴി കൂടെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നേനെ. കണ്ടോ, താഴെ നിങ്ങൾക്കറിയാമല്ലോ, പ്ലാറ്റ്ഫോം 8 എൻട്രൻസിൻ്റെ അവിടെ ഫുള്ള് കച്ചറയാണ്. ആ കച്ചറ ഒന്നും കാണാതെ നമുക്ക് ഈ സ്കൈ വോക്കിൽ കൂടെ കയറി നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യേണ്ട. സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് FOB തന്നെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ സ്കൈ വോക്ക് പണിതിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സരൈ കലേഖാൻ RRTS സ്റ്റേഷൻ. നമുക്ക് അവിടെ പോയിട്ട് നേരെ RRTSൽ കയറി മീററ്റ് പോവാം. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു RRTSൽ കയറാൻ വേണ്ടി. ഇത് ട്രാവലേറ്ററൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രാവലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ നടന്ന് പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. എസ്കലേറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പാണ്. ഈ ട്രാവലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന സംഭവത്തിനാണ് ട്രാവലേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ കൂടെ നടക്കുവാണെങ്കിൽ ശരിക്കും നല്ല സ്പീഡിന് അവിടെ എത്താൻ പറ്റും കേട്ടോ. എല്ലായിടത്തും പക്ക എല്ലാ ഡയറക്ഷനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കൂടി തന്നെയാണ് പുറത്തേക്കുള്ള എക്സിറ്റും എല്ലാം വരുന്നത്. എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ടുവാർഡ്സ് നമോ ഭാരത് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് കൗണ്ടർ ഉണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇവിടെ മറ്റേ കിയോസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബൈ ടിക്കറ്റ്, നമുക്ക് പ്രീമിയം ക്ലാസ് എടുക്കാം കേട്ടോ. പ്രീമിയം ക്ലാസ് മോഡിപുരം തണ്ടി ഇവിടെ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. 250 രൂപ കേട്ടോ പ്രീമിയത്തിന്. UPI വഴി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഇനി അവിടെ വരുമോ എന്തോ. എവിടെയാണ് ടിക്കറ്റ്? കോയിനാണോ? ഒന്നും വരുന്നില്ലല്ലോ. ടിക്കറ്റ് എവിടെയാണ് വരുന്നത് ഗൈസ്? ടിക്കറ്റ് വരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ലോഡായത് പേയ്മെൻറ്റ്. അതെ, ടിക്കറ്റ് വന്നു. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഉണ്ടോ, പ്രീമിയം ക്ലാസ് സരൈ കലേഖാൻ ടു മോഡിപുരം. ഈ A21 എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ മെട്രോയിലെ പോലെ മറ്റേ സ്കാൻ ചെയ്യുന്ന സംഭവമുണ്ട്, അതിൽ കയറി സ്കാൻ ചെയ്യുക. സ്കാനൊക്കെ ആവാൻ ഭയങ്കര സ്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ. വിടുന്ന വണ്ടിയാണ്. പ്ലാറ്റ്ഫോം 2 ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അയ്യേ, ഇത് എന്തുവാണ് ഇത്? എസ്കലേറ്റർ പോലും വർക്കിംഗ് അല്ല. അയ്യേ, വൻ ശോകം കേട്ടോ. വലിയ സംഭവം അതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ച് അങ്ങോട്ട് പോകുന്ന എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, കയറിപ്പോകുന്ന എസ്കലേറ്റർ വർക്ക് ചെയ്തില്ല. എന്താണിത്? മോശമാണ് കേട്ടോ. ഇത്രയൊക്കെ വലിയ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടും എസ്കലേറ്റർ വർക്ക് ചെയ്തില്ല. എന്തൊക്കെ പരിപാടിയാണോ എന്തോ. ഇത് തുടങ്ങിയല്ലോ കേട്ടോ, രാവിലെ 6 മണിക്കൊന്നുമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ വേണേൽ ചുമ്മാ വിശേഷിപ്പിക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. 5 മിനിറ്റിൽ വണ്ടി വിടും. ഇതാണ് നമ്മുടെ റാപ്പിഡ് ട്രെയിൻ, നമോ ഭാരത് ട്രെയിൻ എന്നൊക്കെ പറയും. ഇതിൻ്റെ മൂക്ക് നിങ്ങൾ കണ്ടോ? ബുള്ളറ്റ് ട്രെയിനിൻ്റെ ലുക്കില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ ഇത് NCRTC ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ റേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രീമിയം ക്ലാസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫ്രണ്ടിലാണോ അതോ ഏറ്റവും ബാക്കിലാണോ എവിടെയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പ്രീമിയം ക്ലാസ് ഇത് എവിടെയാണിത്? പ്ലാറ്റ്ഫോമും റേക്കും അല്ല, നല്ല മെയിൻറ്റെയിൻ ആണ് കേട്ടോ. അത് പ്രീമിയം അല്ല, പ്രീമിയം വേറെയാണ് കേട്ടോ. പ്രീമിയത്തിനൊരു സെപ്പറേഷൻ ഉണ്ട്. പ്രീമിയം ഏറ്റവും ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻ ആണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. പ്രീമിയം ക്ലാസ് ഏറ്റവും ഫ്രണ്ടിലാണ്. അപ്പോൾ അതവിടെ കയറണമെങ്കിൽ നമ്മളിവിടെ വേറെ പിന്നെ സ്കാൻ ചെയ്യണം. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. പ്രീമിയം ക്ലാസ് ഏറ്റവും ഫ്രണ്ടിലാണേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രീമിയം ക്ലാസ്. ഓ, അടിപൊളി. ഇത് വൃത്തിയാന്ന് നോക്കിയേ. ഇതിനകത്ത് മറ്റേ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. ഇതുകൊണ്ടോ, നമുക്ക് ഈ ബിസ്ക്കറ്റ്, നമുക്ക് ഈ കുക്കീസും പിന്നെ മിൽക്ക് ഷേക്ക്, എനർജി ഡ്രിങ്ക് അതെല്ലാം കണ്ട് ഇവിടെ ഈ വെൻഡിങ് മെഷീൻ നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയല്ലേ? സ്കാൻ ചെയ്ത് നമ്മൾ മേടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ നമോ ഭാരത് ട്രെയിനിൻ്റെ പ്രീമിയം ക്ലാസ് കേട്ടോ. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വരുമായിരിക്കും. 6:11 ഡിപ്പാർച്ചർ.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും നോക്കിയിരിക്കാം കേട്ടോ. വണ്ടി കണ്ട് വിടാൻ പോകാം കേട്ടോ. ഡോർസ് ആ ക്ലോസിംഗ് എന്നൊക്കെ പറഞ്ഞു വന്നു. എന്നെ കൂടാതെ 2 പേരും കൂടെ പ്രീമിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിൻഡോ സീറ്റ് കോമഡി ആട്ടോ. നമ്മുടെ വന്ദേ ഭാരതത്തിൽ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വിൻഡോ സീറ്റ് പറ്റിക്കലുണ്ട്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വിൻഡോ സീറ്റ് വലിയ കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രോപ്പർ ലേഔട്ടിലല്ല വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. എന്തായാലും നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തി, നല്ല മെയിൻറ്റെയിൻഡ് വേണം. എൻ്റെ ദൈവമേ, വണ്ടി എടുത്തപ്പോൾ അങ്ങ് പുറകിലോട്ടാവുന്നു. നല്ല സ്പീഡിലാണ് വണ്ടി എടുക്കുന്നത് കണ്ടാ. എൻ്റെ ദൈവമേ, പൊളി കിടു. അപ്പോൾ ഇവിടെ നോക്കിയിരിക്കാം. ഇവിടെ നമുക്ക് ചാർജിങ് പോയിട്ട് USB എല്ലാം ഉണ്ട് കേട്ടോ. വൺ സെറ്റപ്പാണ്. അമ്മേ, ഇങ്ങനെ വണ്ടി എടുത്ത്. ഇതിന് ഈ പ്രീമിയം കോച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതേപോലെ ഇതിന് അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് സാധാരണ നോർമൽ കോച്ചിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. അത് ലോക്ക്ഡ് ആണോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രൈവസി ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. ഒരു അന്ന് കയറിയപ്പോൾ ഇത്രയും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ കയറിയപ്പോൾ ഒരു വല്ലാത്തൊരു രസം. വണ്ടി നല്ല സ്പീഡാണ് പോകുന്നത്. വണ്ടി ഞാൻ പറഞ്ഞ ഒരു 160 ആ റേഞ്ചൊക്കെ എടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട്. വെയിലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി ബ്ലൈൻഡ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വന്ദേ ഭാരത് ഇരിക്കുന്ന പോലെയാണ് ഏകദേശം, വേറെ വ്യത്യാസമൊന്നുമില്ല. കൊള്ളാം കേട്ടോ, അടിപൊളി. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കണം, എന്നാലേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളതാണ്. ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. നമ്മളിപ്പോൾ 160 km/h പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 160 പോകുന്നത്. ഒട്ടും അറിയുന്നില്ല. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 180 ആണ്. അപ്പോൾ അത് ലിമിറ്റ് ചെയ്ത് 160 വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് നമ്മൾ ഈ മോഡിപുരം എന്ന സ്ഥലമുണ്ട്, മീററ്റ്, അവിടെ വരെയാണ് ഇത് ഓടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ 2 സ്റ്റേഷനിടയ്ക്ക് 12 സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നിർത്തിയാണ് ഈ സാധനം പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ന്യൂ അശോക് നഗർ എന്നാണ് അവിടെ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ എൻഡ് ടു എൻഡ് ഈ സരൈകലേഖാൻ ടു ഈ മോഡിപുരം 82.15 കിലോമീറ്ററാണ് ലെങ്ത് വരുന്നത്. 1 മണിക്കൂർ 27 മിനിറ്റാണ് റണ്ണിങ് ടൈം. ഞാൻ ആ വെൻഡിങ് മെഷീനിൽ പോയിട്ട് ഒരു വാനില മിൽക്ക് ഷേക്കും ഒരു കുക്കീസും മേടിച്ചേ. ഇതിൻ്റെ ഒരു കോമഡി ഞാൻ കാണിച്ചു തരാവേ. ഈ വാനില മിൽക്ക് ഷേക്ക് കണ്ടോ? ഇതിന് സ്ട്രോ ഇല്ല. ഇതിന് എങ്ങനെ കുടിക്കും? ഞാൻ ഇനി മുറിച്ച് കുടിക്കണോ? എന്തുവാടേ ഇതൊക്കെ? ഇതിന് സ്ട്രോ ഇല്ല കണ്ടോ? അത്രയ്ക്ക് മന്ദബുദ്ധികളാണ് ഇതിനകത്ത് സാധനം കയറ്റി വയ്ക്കുന്നവന്മാർ. ഇത് പിന്നെ ഇതാണ് മറ്റേ കുക്കീസ്. ഇത് ഞാൻ ഇതെങ്ങനെ കുടിക്കും പറ? ഇത് എങ്ങനെ കുടിക്കും ഈ സാധനം? ഇങ്ങനെ വല്ല കുടിക്കണോ? ദൈവമേ, ഇതിനെ മണ്ടന്മാരാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ ആനന്ദ് വിഹാർ ടെർമിനൽ എത്താറായിട്ടുണ്ട്. അതൊരു സ്റ്റേഷനാണ്. ആനന്ദ് വിഹാർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്താന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ടണലായിട്ടോ, അണ്ടർഗ്രൗണ്ടായി ഇപ്പോൾ ഈ സാധനം. നമ്മൾ അന്ന് കയറിയപ്പോൾ സഹീബാബാദ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. അപ്പോൾ അന്ന് ഈ നിസാമുദ്ദീൻ നിന്നും അങ്ങോട്ടേക്കുള്ള ലൈൻ പണിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് പണിത്. അപ്പോൾ ഈ ഭാഗം അണ്ടർഗ്രൗണ്ട് ആട്ടോ. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇനി അണ്ടർഗ്രൗണ്ടാണേ. അപ്പുറത്താണ് സ്റ്റേഷൻ വരുന്നത്. പ്രീമിയത്തിൽ ആൾ കയറുന്നത് വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. ഓരോ സ്റ്റേഷനിലേക്ക് 1-2 ആൾക്കാരൊക്കെയാണ് കയറുന്നത്. അതുമല്ല നല്ല പൈസയാണ്, 250 രൂപയാണ്. പക്ഷേ 250 രൂപ വലിയ കൂടുതലൊന്നും അല്ല. മീററ്റ് വരെ ഇത്ര സ്പീഡിൽ ഇത്ര സൗകര്യങ്ങളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ. നമ്മളങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നേരെ വീണ്ടും മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റേ സഹീബാബാദ് എന്ന് പറഞ്ഞ സ്ഥലം എത്തും. അവിടെ നമ്മൾ നേരത്തെ അന്ന് പോയ റൂട്ടാണേ. അപ്പോൾ ഇവിടെ സീറ്റ് കാണിച്ചില്ലല്ലോ. സീറ്റ് ശരിക്കും പറഞ്ഞാൽ കിടില സീറ്റാണ്. മറ്റേ വന്ദേ ഭാരതിലെ പോലെ ലെഗ് റെസ്റ്റ് ഉണ്ട്, പിന്നെ കുപ്പി വയ്ക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. ഇതൊക്കെ പ്രീമിയത്തിലാണെന്ന് തോന്നുന്നു ഉള്ളത് കേട്ടോ. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ കണ്ട് സഹീബാബാദ് സ്റ്റേഷനിലേക്ക് കണ്ട് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളന്ന് കയറി അന്ന് പോയത് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പിന്നെയാണ് ഇപ്പോൾ ഇത് ഫുള്ളി ഓപ്പറേഷനായത്. ആ റിഫ്രഷ്മെൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ അങ്ങനെ ഒരു വേസ്റ്റ് ബിൻ പോലും ഇല്ല, അത് കുടിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട്. ഈ എല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കും, പക്ഷെ ഒന്നിനും ഒരു പെർഫെക്ഷൻ കാണത്തില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം, വേറൊന്നുമല്ല. രാവിലെ നമ്മുടെ സൂര്യൻ സാർ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഈ കാണുന്ന റെയിൽ റൂട്ട് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് മറ്റേ കാൺപൂരൊക്കെ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ RRTSൻ്റെ ഈ സംഭവം ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ട്രെയിനും എല്ലാ സംഭവങ്ങളും മെട്രോ എല്ലാം കൂടെ ഒരുമിച്ചാണ്. പിന്നെ വേറെ കാര്യം പറയാൻ മറന്നു, ഈ RRTS രണ്ട് ഡ്രീം ഒന്നുണ്ടോ അടിപൊളി. അപ്പോൾ ഈ RRTS സ്റ്റേഷനെല്ലാം പലയിടത്തേക്കും കണക്ഷൻ ഇവർ വെച്ചിട്ടുണ്ട്. ഈ സരൈകലേഖാൻ RRTS സ്റ്റേഷനിൽ നിന്നും ഡൽഹി മെട്രോയിലേക്ക് കണക്ഷനുണ്ട്. എൻ്റെ പാത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിസാമുദ്ദീനിലേക്കുണ്ട്, ബ്രിഡ്ജുണ്ട്.
അപ്പോൾ ഇതെല്ലാം വെൽ കണക്റ്റഡ് ആണ്. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയോ, ഇവർ അനൗൺസ് വരെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗാസിയാബാദ് എത്താറായേ, അപ്പോൾ ഡൽഹി മെട്രോ റെഡ് ലൈനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഡൽഹി മെട്രോയുടെ കണ്ടോ. അപ്പോൾ ഡൽഹി മെട്രോ റെഡ് ലൈനായിട്ട് ഇവിടെ നിന്ന് കണക്ഷൻ ഇവർ കൊടുക്കുന്നുണ്ട് കണ്ടോ. എല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ആർക്കും ഒരു സീനും ഇല്ല. അതുകൊണ്ട് ഇതാണ് ഗാസിയാബാദ് സ്റ്റേഷന്. അപ്പോൾ ഇവിടെ ഈ പ്രീമിയത്തിൻ്റെ സിറ്റിംഗ് ഏരിയയാണ് കാണുന്നത്. അവിടുത്തെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇവിടെ മറ്റേ വെൻഡിങ് മെഷീൻ അത് ഇതൊക്കെ ഉണ്ട്. ഇരിക്കുന്ന ആ സീറ്റും ടേബിളും ഒക്കെ വേണ്ടോ, ഒരു പ്രീമിയം ഫീൽ അവർ കൊടുത്തിട്ടുണ്ട് അതിന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ ഈ പോകുന്ന ഈ RRTSൻ്റെ ട്രാക്കിൻ്റെ ഗേജ് ഏതാണെന്നറിയോ? സ്റ്റാൻഡേർഡ് ഗേജാണ്. അതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ബ്രോഡ് ഗേജ് ആണല്ലോ, അത് 1676 mm ആണല്ലോ. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ഗേജാണ് കേട്ടോ, വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് ട്രാക്കിൽ ബല്ലാസ്റ്റ് ഒന്നുമില്ല. നോർമൽ നമ്മുടെ മെട്രോയെ പോലെ കോൺക്രീറ്റ് ആണ്, ബല്ലാസ്റ്റ്ലെസ് ട്രാക്കാണ്. അപ്പോൾ അതാണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മുകളിലത്തെ പവർ സപ്ലൈ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ പോലെ 25 kV AC കറണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ഇത് സെയിം തന്നെയാണ്. ഈ NCRTC ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ NCRTCയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ? നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതാണ് ഈ NCRTCയുടെ ഫുൾ ഫോം. ഇപ്പോൾ ഈ NCRTC നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പിന്നെ ഗവൺമെൻറ് ഓഫ് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഈ 4 ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ NCRTC എന്ന് പറയുന്നത്. ഈ റേക്ക് ആൽസ്റ്റോമിൻ്റെ റേക്കാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഹൈദരാബാദിലാണ്, പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ഗുജറാത്തിലെ സാവ്ലി എന്നൊരു സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ടാക്കിയ റേക്ക് തന്നെയാണ് ആൽസ്റ്റോമിൻ്റെ ഇന്ത്യൻ മെയ്ഡ് റേക്കാണിത്. അപ്പോൾ അതാണ് നമ്മുടെ നമോഭാരത് ട്രെയിൻ സെറ്റ്. അപ്പോൾ ഈ നമോഭാരത് ട്രെയിൻ സെറ്റിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദുഹായ് ഡിപ്പോ എന്ന ഡിപ്പോ ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും വെളുപ്പിന് 4 മണി മുതൽ ഇതിൻ്റെ ട്രയൽ റണ്ണ് തുടങ്ങും. കാരണം എല്ലാ മെട്രോ അങ്ങനെ തന്നെയാണ്. കൊച്ചി മെട്രോ ഇതുപോലെ തന്നെ എൻ്റെ റൂമിലിരിക്കുമ്പോൾ കാണാൻ പറ്റും. വെളുപ്പിന് 4 മണി 5 മണി ആകുമ്പോൾ ട്രെയിൻ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. ട്രയൽ റണ്ണാണ്. അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം നടക്കുന്നുണ്ടോ, സേഫാണോ, സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ വെളുപ്പിനെ ട്രയൽ റണ്ണ് നടത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഇതുപോലെ വെളുപ്പിനെ ട്രയൽ റണ്ണൊക്കെ നടത്തും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയോ, ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അതായത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഈ ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഈ നോസ് ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ഈ ഭാഗം കൂർത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഈ എയർ റെസിസ്റ്റൻസ് കുറച്ചാലേ ഈ ട്രെയിൻ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ഒരു മുന്നിലത്തെ ഭാഗം ഇങ്ങനെ കൂർത്ത് ഇവർ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ദുഹായിൽ എന്ന സ്റ്റേഷൻ തേണ്ട എത്തുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ റേക്കിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നത്. ദുഹായ് ഡിപ്പോ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടം വരെയാണെന്ന് തോന്നുന്നു നമ്മളന്ന് യാത്ര ചെയ്തത് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് അന്ന് ആയിട്ടില്ലായിരുന്നു. അപ്പം അന്ന് ഇവിടം വരെയാണെന്ന് തോന്നുന്നു യാത്ര ചെയ്ത് ദുഹായ് എന്ന സ്റ്റേഷൻ വരെ. അപ്പോൾ ദുഹായ് ഡിപ്പോയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന ഒരു യാർഡൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളവിടെ കൊച്ചി മെട്രോയിൽ മുട്ടം യാർഡാണ്. ഇവിടെ ആണെങ്കിൽ ദുഹായ് ഡിപ്പോ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു റേക്ക് തേണ്ട് ദുഹായ് ഡിപ്പോയിലേക്ക് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ പോകുന്ന റൂട്ടല്ല, അത് എനിക്കൊന്ന് ഓടാത്ത റേക്കാന്ന് തോന്നുന്നു. അതവർ കണ്ട് ദുഹായ് ഡിപ്പോയിലേക്ക് കണ്ട് കൊണ്ടുപോവാണ്. അതാണ് ആ ദുഹായ് ഡിപ്പോയിലേക്ക് പോകുന്ന ആ ട്രാക്ക് ഉണ്ട്. ആ ട്രെയിൻ പോകുന്നത് കണ്ടോ നമുക്ക് ഇതിലുമല്ല പോകുന്ന കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. പൊളിയല്ലേ? ഏതൊക്കെയോ 6 ലൈൻ എക്സ്പ്രസ് ഹൈവേ പോലത്തെ ഹൈവേ ഒക്കെ കാണുന്നു. ഇവിടെ പിന്നെ ഫുൾ അതാണല്ലോ, എക്സ്പ്രസ് ഹൈവേയുടെ കളികളാണല്ലോ. വേറെ സംഭവം കാണിക്കാൻ മറന്നുപോയേ, നമ്മുടെ സീറ്റ് പുഷ് ബാക്കാണ്. അപ്പോൾ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പിടിച്ച് ഞെക്കിയാൽ നമുക്കിങ്ങനെ ചാരിയിരിക്കാം. നല്ല സുഖം. ഈ സംഭവത്തിന് ശരിക്കുമുള്ള പേര് RRTS എന്നാണെങ്കിലും ഇത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് നമോഭാരത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ നമോഭാരത് മറ്റേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നമോഭാരത് തമ്മിൽ ക്ലാഷ് ആയി പോകും. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ പേര് മാറ്റുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമോ കാണും, അതെന്തായാലും ഉറപ്പ് അറിയാമല്ലോ. പിന്നെ അത് കറണ്ട് സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട്, 118 km/h. പിന്നെ അടുത്ത സ്റ്റോപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ മെട്രോയിലെ പോലെ തന്നെ സെയിം. ട്രെയിനിൻ്റെ സ്പീഡ് ഉണ്ടോ 154 km/h. അമ്മേ അറിയുന്നില്ല കേട്ടോ, നല്ല സ്മൂത്താണ്. നമ്മളിപ്പോൾ മോദി നഗർ സൗത്തിൽ നിന്നൊരു സ്റ്റേഷനിലാണ് എത്തിയിരിക്കുകയാണ്. ഇത് ഉത്തർപ്രദേശ് സംസ്ഥാനം കേട്ടോ. നമ്മൾ ഡൽഹിയൊക്കെ വിട്ട് നമ്മളിപ്പോൾ UP കയറി. മീററ്റ് UP-യിലാണല്ലോ. അപ്പോൾ നമ്മളിപ്പം UP സംസ്ഥാനത്തിൽ കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ RRTS ഇവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതുപോലെയാണ്. നമോഭാരത് എന്ന് പറഞ്ഞാണ്, നമോഭാരത് ട്രാൻസിറ്റ് സർവീസ് ബൈ NCRTC. ഈ RRTS എന്ന് പറയുന്നത് ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ മെട്രോ എന്ന് പറയുമ്പോൾ ഒരു വലിയ സിറ്റിക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. പക്ഷേ ഈ RRTS എന്ന് പറയുമ്പോൾ ഒരു വലിയ സിറ്റിയും അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു മേജർ സിറ്റിയും, അപ്പോൾ ഈ 2 സിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഈ RRTS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൽഹിക്ക് അടുത്തുള്ളൊരു മേജർ സിറ്റിയാണ് ഉത്തർപ്രദേശിലെ മീററ്റ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ RRTS ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഡൽഹിക്ക് അടുത്തുള്ള വേറെ പല
സിറ്റികളിലേക്കും ഇവർ ചിലപ്പോൾ തുടങ്ങിയേക്കാം, അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ ഒരു ഐറ്റം അല്ല വേണ്ടത് അല്ലേ? ഇങ്ങനെ പല പല സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മൊത്തത്തിൽ പണിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പല പല സിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ കൊച്ചി ടു ട്രിവാൻഡ്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വിജയിക്കും. ഇതുപോലെ RRTS പണിയണം, സെറ്റപ്പായിരിക്കും, 100% സംഭവം ഹിറ്റായിരിക്കും. അവിടെ പിന്നെ എന്ത് തുടങ്ങിയാലും ഹിറ്റായിരിക്കുമല്ലോ. ഇതേപോലെ പെട്ടെന്ന് പോകാൻ പറ്റിയ എന്ത് സംവിധാനം നമ്മുടെ കേരളത്തിൽ തുടങ്ങിയാലും ഹിറ്റായിരിക്കും. നമ്മളങ്ങനെ ഫൈനലി മീററ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം മീററ്റ് സൗത്ത് എന്നൊരു സ്റ്റേഷൻ നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് മീററ്റ് കേട്ടോ, ഉത്തർപ്രദേശാണിത്. ഉത്തർപ്രദേശിലെ മീററ്റ് സിറ്റിയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ മീററ്റ് സിറ്റി കഴിഞ്ഞിട്ട് ശകലം കൂടെ മാറിയിട്ടാണ് ഈ മോഡിപുരം എന്ന ഈ ഒരു സ്റ്റേഷനുള്ളത്. അവിടം വരെയാണ് ഈ വണ്ടി പോകുന്നത്. അവിടെ നിന്ന് തിരിച്ച് നേരെ നിസാമുദ്ദീനിലേക്ക് പോകും. നിസാമുദ്ദീനിലെ സ്റ്റേഷനാണ് ഈ സരായ് കലേഖാൻ. അങ്ങനെ വണ്ടി ഫൈനലി 160 km/h കയറി. അമ്മേ പൊളി പൊളി പൊളി. അങ്ങനെ ഇതിൻ്റെ മാക്സിമം സ്പീഡാണ് 160 കേട്ടോ. അങ്ങനെ നമ്മൾ 160-ൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളങ്ങനെ മീററ്റ് സൗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മീററ്റിൽ മെട്രോ ഉണ്ട്, അതറിയോ? മീററ്റ് മെട്രോയിലേക്ക് ഇവിടെ നിന്ന് കണക്ടിവിറ്റി ഉണ്ട് പോരെ. എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടുമായിട്ടും ഇത് കണക്ടിവിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മീററ്റ് മെട്രോ ആണ് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് മെട്രോ നെറ്റ്വർക്ക്. ഇപ്പോഴത്തെ 120 km/h അതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയോ? അപ്പം മീററ്റ് മെട്രോ ആണ് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് മെട്രോ ഇപ്പോഴത്തെ കേട്ടോ. അപ്പോൾ ഈ മീററ്റ് മെട്രോയിൽ നടത്തുന്നത് ഈ NCRTC തന്നെയാണ്. ഇതേ ഒരു വന്ദേ ഭാരത് പോകുന്നത്, അതെന്തായാലും പൊളിച്ചു കേട്ടോ. പൊളി പൊളി. ഇതായിട്ട് വന്ദേ ഭാരത് പോകുന്നത് ഏതോ എങ്ങോട്ട് പോകുന്ന മരത്തില്ല, അത് നോക്കട്ടെ ഏതാന്നേ. വന്ദേ ഭാരത് പോകുന്നുണ്ട്. വന്ദേ ഭാരത്, നമോ ഭാരത്, പൊളി. അത് ഏത് വന്ദേ ഭാരത് അത് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ ഒന്നും എത്തും പിടിയും കിട്ടുന്നില്ല. ഏതെങ്കിലും ആവട്ടെ, ഒരു വന്ദേ ഭാരത് കാണാൻ കിട്ടില്ല ഇങ്ങനെ ഇതിലിരുന്നിട്ട്. നമ്മൾ കണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ട് കയറുക കേട്ടോ. എന്തായാലും പൊളിച്ച്. അണ്ടർഗ്രൗണ്ട് കയറുകൊണ്ട് അടിപൊളി. ഇത്രയും നേരം നമ്മൾ മുകളിൽ കൂടെ ആയിരുന്നു, ഇവിടെ ഇപ്പോൾ കണ്ട് അണ്ടർഗ്രൗണ്ടായി. നമ്മുടെ വണ്ടി ഇതുണ്ട്. മോദിപുരം എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റോപ്പാണ് ബേഗംപുൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അത് കണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. മോദിപുരം സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ലാസ്റ്റ് വരെ പോകുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് അല്ലെങ്കിൽ തന്നെ ആകെ 5-6 പേരെ കയറിയിട്ടുള്ളൂ. പ്രീമിയത്തിൽ അങ്ങനെ ആരും കയറത്തില്ല, പക്ഷെ മറ്റൊരു ആൾക്കാരൊക്കെ കയറും കേട്ടോ. പ്രീമിയം ആണ് ഒന്നുകൂടെ നല്ലത് മറ്റേ കേട്ടോ. നല്ല സീറ്റിങ്ങും നല്ല കംഫേർട്ടും നല്ല പ്രൈവസി ഒക്കെ വേണമെങ്കിൽ പ്രീമിയം എടുക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ ഈ വന്ദേ ഭാരതിലൊക്കെ കാണുന്ന പോലെ ഇതിലുണ്ട് മറ്റേ എമർജൻസി കോൾ ബട്ടൺ. ലോക്കോ പൈലറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലേ, അപ്പോൾ അതുകൊണ്ട് ഈ കവർ തുറന്നിട്ട് അത് നെക്കിയിട്ട് കോൾ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ നമോ ഭാരത് ട്രെയിൻ അങ്ങനെ കണ്ട് മോദിപുരം സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മൾ 1 മണിക്കൂർ 27 മിനിറ്റ് യാത്ര ചെയ്തിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ മോദിപുരം എത്തി. ഇറങ്ങാൻ നേരത്ത് ഇത് സ്കാൻ ചെയ്യണം കേട്ടോ, എന്നാലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റേ എക്സിറ്റിനോടൊപ്പം പിന്നെ സ്കാൻ ചെയ്യണം. അങ്ങനെ 2 സ്കാനിങ് ഉണ്ട്. പ്രീമിയം ആണെങ്കിൽ, മറ്റേതാണെങ്കിൽ അത്രയില്ല കേട്ടോ. ഈ റേക്കിൽ ഇവർ നമോ ഭാരത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി തന്നെ ഇപ്പോൾ ഒരു 6 മിനിറ്റിൽ ഈ വണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇപ്പോൾ 7:15 7:21 ഈ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകും. നൈസ് യാത്രയായിരുന്നു, ഒരു അടിപൊളി, ഒന്നും പറയാനില്ല. ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇത് നമ്മളിനി തിരിച്ചു പോകത്തോളം എടുക്കുന്നുണ്ട്. നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ച് നമ്മൾ പോകും നിസാമുദ്ദീനിലേക്ക്. അപ്പോൾ നമുക്കിനി ഇറങ്ങിയിട്ട് ഇവിടെ വല്ല ചായക്കട ഉണ്ടോ എന്ന് അറിയത്തില്ല. ചായക്കട ഉണ്ടെങ്കിൽ ചായ കുടിക്കാം, രാവിലെ അല്ലേ. അപ്പോൾ സ്റ്റേഷന് പുറത്തൊരു വലിയൊരു ഹൈവേ ഉണ്ട്, അതുകൊണ്ട് അവിടെ കാണേണ്ട ഒരു ചായക്കട ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയിട്ട്. ഈ സ്റ്റേഷന് പുറത്ത് വന്നാൽ ഇവിടെ നല്ല വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്നത്. വലിയ പാർക്കിംഗ് കേട്ടോ, വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പുറത്തെ റോഡ് നല്ല കിടില റോഡുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത്രയും വൃത്തി ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളിപ്പോൾ UP-യിലാണുള്ളത്. നമ്മളൊരു 1.5 മണിക്കൂർ നമ്മൾ ഡൽഹിയിൽ നിന്നും UP-യിൽ വന്നു കേട്ടോ. സ്റ്റേഷൻ്റെ പുറത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ പുറത്തെ വ്യൂ. ഇവിടെ നിന്ന് വരെയാണ് ഇപ്പോൾ RRTS ഓടുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് ഇല്ല കേട്ടോ. ഇത് ഈ മീററ്റ് സിറ്റിയുടെ ഒരു ഔട്ട്സ്കേർട്ടായിട്ട് വരും ഈ ഒരു മോഡിപുരം എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഉണ്ട് ഒരു ട്രെയിൻ, നമ്മൾ വന്ന ട്രെയിനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഡിപ്പാർട്ടായി പോവാണേ. അപ്പോൾ നമുക്കിനി അടുത്ത ട്രെയിനിൽ വല്ലതും കയറി തിരിച്ചു പോവാം. ഇവിടെ ഒരു പക്ക ലോക്കൽ ധാബ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് കയറി ചായ കുടിക്കാം കേട്ടോ. നമ്മൾ ആ കടയിൽ നിന്ന് ഒരു കുല്ലച്ചായ മേടിച്ചേ, നല്ല അടിപൊളി ചായ എന്ന് തോന്നുന്നു, നല്ല ചൂടുണ്ട്. 30 രൂപയാണ് കേട്ടോ ഇതിന്. അത് ഒന്നാമത് ഈ കുല്ലച്ചായക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഗ്യാസിന് വില കൂടിയല്ലോ. നല്ല കിടിലൻ ചായ, പാലൊക്കെ ഇട്ട് കുറുക്കി സെറ്റ് ചായ. അങ്ങനെ RRTC കയറി മീററ്റിൽ വന്നിട്ട് നമ്മളൊരു ചായ അടിച്ചിട്ട് വീണ്ടും ഡൽഹിക്ക് പോവാണ്. അയ്യോ എന്തൊക്കെ വട്ടാണോ. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്ന കണക്ടിവിറ്റി ഭയങ്കരമാണ്. ഇതിൻ്റെ എൻഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ, സരായ് കലേഖാൻ, നിസാമുദ്ദീൻ അടുത്തുള്ള. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മീററ്റിലുള്ളവർക്കൊക്കെ ആർക്കെങ്കിലും ട്രെയിനിൽ നിസാമുദ്ദീനിൽ പോയി കയറണമെങ്കിൽ, നിസാമുദ്ദീൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഈ സാധനത്തിൽ കയറിയാൽ നേരെ അവിടെ പോയി ഇറങ്ങാം.
ആ സ്റ്റേഷനിൽ താഴെ ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. നേരെ FOB കണക്ടിവിറ്റി ഉണ്ട്. അവിടെ നേരെ ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് ആ FOBയുടെ മണ്ടയ്ക്കൂടെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇജാതി കണക്ടിവിറ്റിയൊക്കെ അല്ലേ, സമ്മതിക്കണം. ഇതുപോലെയൊക്കെ നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ ഏത് കാലത്ത് ചെയ്യുമോ എന്തോ. അത് പണിയുമ്പോൾ ഒരു ബോധം വേണ്ടേ, തലയ്ക്കകത്ത് താമസമുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നമ്മളവിടെ നിന്ന് കൊച്ചി മെട്രോയിൽ നിന്നും എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക്, എറണാകുളം സൗത്ത് സ്റ്റേഷനിലൊക്കെ ഇതേപോലെ പുറത്തിറങ്ങാതെ തന്നെ ഡയറക്റ്റ് കണക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ പണിയുന്ന സമയത്തേ കൊടുക്കണമായിരുന്നു. ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം അത് ഒരിടയ്ക്കെന്തോ പണിയാൻ പോകാനൊക്കെ കേട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അനക്കമൊന്നുമില്ല. ചെന്നൈ മെട്രോ, ബാംഗ്ലൂർ മെട്രോ, ഡൽഹി മെട്രോ എല്ലാം ഇതേപോലെ കണക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങാതെ തന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊടുക്കുന്ന എൻട്രൻസ്. നമ്മുടെ അടുത്ത മെട്രോ മാത്രമാണ് ഇപ്പോഴും അതേപോലെ ഇരിക്കുന്നത്. നമ്മൾ തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. പ്രീമിയം തന്നെയാണ് എടുത്തത്. പ്രീമിയമാണ് നല്ലത്, 250 രൂപ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ട് വരും. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് അതിൽ കയറി തിരിച്ച് പോവാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കോച്ചും പ്രീമിയം കോച്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രീമിയത്തിൽ നമ്മൾ എടുത്തത് 250 രൂപയാണ്, സ്റ്റാൻഡേർഡ് 210 രൂപ ഉള്ളൂ. അപ്പോൾ 40 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് അടിപൊളിയായിട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രീമിയത്തിലാകുമ്പോൾ വലിയ ആൾക്കാരൊന്നും കയറത്തില്ല കേട്ടോ, വലിയ ശല്യമൊന്നുമില്ല. സ്റ്റാൻഡേർഡിലാകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറും. 40 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് 210 end to end, ഇതിന് 250. നമുക്ക് പോകേണ്ട വണ്ടി കണ്ട് വന്നിട്ടുണ്ട്. അതിനി ഒരു 5-10 മിനിറ്റൊക്കെ ഇവിടെ നിർത്തിയെടുത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ നിന്ന് പൊക്കോളും. അപ്പോൾ ഇതിവിടം വരെ വന്നിട്ട് ഇനി തിരിച്ചിത് സാറേ കലയെ കാണാനായിട്ട് പോകാൻ പോവാണേ. ഇതിനകത്ത് കയറിയപ്പോൾ ഭയങ്കര തണുപ്പ്. നേരത്തെ നമ്മൾ കയറിയ വണ്ടിയിൽ അത്ര തണുപ്പില്ലായിരുന്നു കേട്ടോ. ഇത് നല്ല കിടില തണുപ്പിനത് കയറിയപ്പോൾ. ഞാൻ ആ പോകുന്ന പുള്ളിയാണ് ഇതിൻ്റെ ലോക്കോ പൈലറ്റ്. അപ്പോൾ പുള്ളി നമ്മൾ ഈ മെട്രോയിൽ കാണുന്ന പോലെ തന്നെ പുള്ളി ഇവിടെ വരെ ഓടിച്ചിട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഈ എക്സിറ്റ് അടിച്ചിട്ട് പുള്ളി നേരെ അപ്പുറത്തോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു ഇത്ര മണിക്കൂറൊക്കെ ഉണ്ടാവും വർക്കിങ്. 4-5 ട്രിപ്പോ അല്ലെങ്കിൽ അറിയത്തില്ല കറക്റ്റ് എത്ര മണിക്കൂറാണ് ഇവരുടെ വർക്കിംഗ് എന്ന്. എന്നാൽ ഇവർക്ക് ഓടിച്ചോടിച്ച് മതിയാകത്തില്ലെന്ന് ഓർക്കുമ്പോഴേ, കാരണം സെയിം റൂട്ടല്ലേ, സെയിം റൂട്ടാണ്, ഭയങ്കര മടുപ്പായിരിക്കും. അല്ലെങ്കിൽ മെട്രോ ഒക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെയിം റൂട്ട്, സെയിം സ്റ്റേഷൻ എല്ലായിടത്തും നിർത്തണമല്ലോ. പിന്നെ ഇതിന് നല്ല സ്പീഡുണ്ട്. മെട്രോയ്ക്ക് ആകുമ്പോൾ അധികം സ്പീഡൊന്നുമില്ല. ഇത് നല്ല കിണ്ണം കാച്ചി പറപ്പിലായി സാധനം. ഈ ഒരു പ്രീമിയം കോച്ചിൽ ശരിക്കും 60 പേർക്ക് ഇരിക്കാൻ പറ്റും. 60 സീറ്റാണ് ഇവർ മൊത്തം കൊടുത്തിട്ടുള്ളത്. 2x2 സീറ്റിംഗ് ലേഔട്ട് തന്നെയാണ്. മറ്റേ സ്റ്റാൻഡേർഡ് കോച്ചിലും ഇതുപോലെ തന്നെയാണ്, 2x2 സീറ്റിംഗ് ലേഔട്ടാണ് അതിലും. ഇതിപ്പോൾ സമയം 7:50 അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയം ഓഫീസ് ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കയറും കേട്ടോ. മീരറ്റിനൊക്കെ ആൾക്കാരൊക്കെ കയറിയേക്കും. എടുത്തപ്പോൾ തന്നെ എന്തോ പറപ്പിലേ സാധനം പോണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജപ്പാനിലൊക്കെ ബുള്ളറ്റ് ട്രെയിൻ എന്തായാലും ഇതിനപ്പുറമാണ്. നമ്മൾ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനായിട്ടൊന്നും ഇതൊന്നും കമ്പയർ ചെയ്യരുത്. അതൊക്കെ വേറെ ലെവൽ ഐറ്റമാണ്. ഇത് ഇങ്ങനത്തെ പോക്കാണെങ്കിൽ ഇത് നല്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പുറകിലോട്ടാവുക, ഇങ്ങനെ ആഞ്ഞു പോവുകയാണ്. അപ്പോൾ ജപ്പാനിലെ ചൈനയിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിനപ്പുറമായിരിക്കും. വലിയ ആഗ്രഹം അവിടെയൊക്കെ പോകാൻ പറ്റുമോ ഉടനെ തന്നെ. അയ്യോ, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ കണ്ട സ്റ്റേഷനൊക്കെ ഇല്ലേ, ഇതൊക്കെ മീററ്റ് മെട്രോയുടെ ഭാഗമാണ്. സംഭവം എന്ന് പറഞ്ഞു തരാം. അതായത് മീററ്റ് മെട്രോയും ഈ RRTSും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പോകുന്നത്. മീററ്റ് സൗത്ത് മുതൽ ഈ മോദിപുരം വരെ ഈ മീററ്റ് മെട്രോയും ഈ RRTSും രണ്ടും ഒരേ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. ആ മീററ്റ് മെട്രോയുടെ റേക്കിന് വേണ്ടി വരുമ്പോൾ കാണിച്ചു തരാം. അതൊരു യെല്ലോ കളർ, ഒരു യെല്ലോ ലൈനിങ് ഉള്ളൊരു റേക്കാണ്. സെയിം റേക്കാണ്, രണ്ടും കണ്ട് ഒരുപോലെ ഇരിക്കും. പക്ഷേ രണ്ടിൻ്റെ പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് ആണ്, സ്റ്റോപ്പ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് മീററ്റ് മെട്രോയും പിന്നെ ഈ RRTSും രണ്ടും ഒരേ സംഭവമാണ്, രണ്ടും ഒരേ ട്രാക്കാണ് ഷെയർ ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാമെന്ന് പറയത്തില്ല, അതേപോലെ തന്നെ സെയിം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ള ഒരു ഇന്ത്യയിലെ ഏക മെട്രോ നെറ്റ്വർക്കും കൂടാണ് ഈ മീററ്റ് മെട്രോ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായത്? മീററ്റ് മെട്രോയും ഈ RRTSും കൂടെ ഈ മീററ്റ് സൗത്ത് മുതൽ മോദിനഗർ വരെ ഈ സെയിം ട്രാക്കിൽ കൂടെയാണ് ഈ രണ്ട് സാധനവും പോകുന്നത്. മനസ്സിലായോ? എന്തൊക്കെ പരിപാടിയല്ലേ. അതിൽ ഈ മീററ്റ് മെട്രോയുടെ മാക്സിമം സ്പീഡ് ഇതാണ് ഈ സാധനം ഉണ്ടാവും. ഇപ്പോൾ പോയണ്ടില്ലേ, ചെറിയ റേക്കാണ്, അതിനാകെ 3 കോച്ചും കണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ മീററ്റ് മെട്രോയുടെ മാക്സിമം സ്പീഡ് 120 kmph ഇതിൻ്റെ മാക്സിമം സ്പീഡ് 160 kmph ആണ്. ഇതൊക്കെ ആ മീററ്റ് മെട്രോ നിർത്തുന്ന സ്റ്റേഷനാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേഷനിലൊന്നും നമ്മുടെ ഈ RRTS ട്രെയിൻ നിർത്തത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും അണ്ടർഗ്രൗണ്ട് കയറുകയാണ്. നമ്മൾ നേരത്തെ വന്നില്ലേ, അപ്പോൾ ഈ മീററ്റ് സിറ്റിക്ക് അകത്തുള്ള ഭാഗമാണ് തോന്നി അണ്ടർഗ്രൗണ്ട് ഇവർ ചെയ്തേക്കുന്നത്. കാരണം അല്ലെങ്കിൽ മുകളിൽ കൂടെ പണിയാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സിറ്റി ഭാഗങ്ങളിലൊക്കെ ഇവർ കൂടുതലും അണ്ടർഗ്രൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആ നെക്സ്റ്റ് സ്റ്റേഷൻ ആയപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ആൾക്കാരൊക്കെ കയറി. ഞാൻ പറഞ്ഞില്ല കയറുമെന്ന്, കാരണം ഇത് മറ്റേ ഓഫീസ് ടൈമല്ല, രാവിലെ പോകുന്ന സമയം.
അപ്പോൾ ആൾക്കാരൊക്കെ കയറും. എന്നോട് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു, അതുപോലെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം കൂടെ ആയിരുന്നു നാഷണൽ റെയിൽ മ്യൂസിയം ഡൽഹിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇനി അടുത്തത് വരുന്നുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് ദിവസം വരുന്നത് നാഷണൽ റെയിൽ മ്യൂസിയത്തിലെ വ്ളോഗാണ്. അവിടെ പഴയ ലോക്കോസും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയത്തില്ല, പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകാൻ പോകുന്നത്. ഡൽഹിയിൽ ചാണക്യാപുരി എന്ന സ്ഥലമുണ്ട്, അവിടെ കണ്ടാണ് ആ സംഭവം ഉള്ളത്. അപ്പോൾ അവിടെ പോയി നമുക്ക് ചെറിയൊരു വ്ളോഗ് എടുക്കാം. അതാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ഇതിൻ്റെ മിനിമം ചാർജ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ മിനിമം ചാർജ് സ്റ്റാൻഡേർഡ് കോച്ചിന് 20 രൂപയും പ്രീമിയം കോച്ചിന് 30-40 രൂപ എങ്ങാണ്ടാണ്, 30-40 എങ്ങാണ്ടാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു 10 രൂപ 20 രൂപ വ്യത്യാസമേ ഉള്ളൂ പ്രീമിയം സ്റ്റാൻഡേർഡ് തമ്മിൽ. നമ്മുടെ നമോ ഭാരത് ഇപ്പം ആനന്ദി വിഹാർ ടെർമിനലിൽ ഇതാണ്ട് കയറാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കയറുന്നു, അതുപോലെ സംഭവിച്ചു. കയറിയിട്ട് കുറച്ച് പേരൊക്കെ കണ്ട് ഇവിടെ ഇറങ്ങുക കേട്ടോ. വണ്ടി ഫുള്ളായിരുന്നു കേട്ടോ, ഫുള്ളായിരുന്നു. ഞാൻ പറയില്ലേ, രാവിലെ നമ്മൾ അങ്ങോട്ട് പോയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ വൃത്തികെട്ട പൊല്യൂഷൻ കാരണമാണ് ഇപ്പോഴും ആ ഹേസിനെസ് കണ്ടോ. എയർ ക്വാളിറ്റിയുടെയാണ്, എയർ ക്വാളിറ്റി ഭയങ്കര മോശമല്ലേ ഇവിടെ. അതാണ് കറക്റ്റ് ക്ലിയർ അല്ലാതെ ഇങ്ങനെ കാണുന്നത് കണ്ടോ. നമ്മളങ്ങനെ ഇപ്പം സരായ് കലേഖാൻ എത്താൻ പോവാണ്. നിസാമുദ്ദീനടുത്തുള്ള നമ്മൾ കയറിയ സ്റ്റേഷനല്ലേ, അവിടാണത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ നമോ ഭാരത് ട്രെയിൻ കയറി സരായ് കലേഖാൻ സ്റ്റേഷനിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയുള്ളൂ നമ്മുടെ വണ്ടി. അപ്പോൾ ഡൽഹിയിൽ വരുന്നവർ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ അല്ലെങ്കിൽ RRTS അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിടില സംഭവമാണ്. അപ്പോൾ നമോ ഭാരത് ട്രെയിനിൻ്റെ വീഡിയോ ഇവിടെ എൻ്റെയാണ്. നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഡൽഹിയിലെ നാഷണൽ റെയിൽ മ്യൂസിയം. ട്രെയിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും അവിടെ പോകണമെന്ന് ഇങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോകാമെന്ന് വെച്ചാൽ ഇതിലോട്ടും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൻ്റെ മ്യൂസിയത്തിൽ പോകുന്നത്. അത് അവിടെ പഴയ കുറേ അടിപൊളി സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രെയിൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ പോകണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. ചാണക്യപുരി എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്കിനി നാഷണൽ റെയിൽ മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. നമ്മുടെ ഈ RRTSൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.